ഹലോ, എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോൾ ഞങ്ങൾ ഇന്നലെ താമസിച്ചിരുന്ന വാഗമണിനടുത്തുള്ള റിസോർട്ട് ബ്രീസ് പോയിൻ്റ് എന്ന റിസോർട്ടിൽ നിന്ന് യാത്ര തിരിക്കാൻ തുടങ്ങുകയാണ്. ഗവിയിലേക്കാണ് പോകുന്നത്. ഒരല്പം 1 മണിക്കൂറോളം താമസിച്ചു പോയി. 7 മണിയോളം ആയി. 6 മണിക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഇന്നലെ കിടക്കാൻ പോയതൊക്കെ കുറച്ച് താമസിച്ചു പോയി. ക്യാമ്പ് ഫയർ എല്ലാം കഴിഞ്ഞ് പിന്നെ ക്ഷീണമൊക്കെ കാരണം രാവിലെ എല്ലാവരും റെഡിയായി വരാൻ ഒരല്പം താമസിച്ച് പോയത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉടനെ തന്നെ തിരിക്കും. സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണ സാധനങ്ങളെല്ലാം കൊണ്ടുപോവുകയാണ്. വാൻ റെഡിയായി നിൽക്കുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി പിന്നാലെ. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ബ്രീസ് പോയിൻ്റ് എന്ന ഈ റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ രാവിലെ തിരിക്കാൻ പോകുന്നതായ ഈ സമയത്ത് ഗവിയിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നോക്കുമ്പോൾ നല്ല ഒരു വ്യൂ ആണ്, നല്ലൊരു വൈബാണ്. സൂര്യൻ ഉദിച്ച് കഴിഞ്ഞു, 7 ആയല്ലോ. അപ്പോൾ നല്ല ഒരു പ്രകൃതി ആണ്. അപ്പോൾ രാവിലെ കുളിരുണ്ട്. ഇന്നലെ രാത്രി തന്നെ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ബ്രീസ് പോയിൻ്റ് എന്ന് പറയുന്ന ഈ റിസോർട്ടിൻ്റെ ചുറ്റുപാടും ആണ് കാണുന്നത്. ഇത് ഇന്നലെ ക്യാമ്പ് ഫയർ നടന്ന ഏരിയയാണ്. അത് നമ്മുടെ വാൻ അവിടെ നിൽക്കുന്നു. വാൻ പ്രയാണ. എല്ലാവരും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ ഭക്ഷണ സാമഗ്രികളും ഉണ്ട്. വളരെ വിഭവസമൃദ്ധമാണ്. ഓംപ്ലേറ്റ്, ബുൾസൈ, ദോശ, ചപ്പാത്തി, താറാവിറച്ചി, ബീഫ് കറി, ഇനി വേണ്ടാത്ത സാധനങ്ങളൊന്നുമില്ല. പലരും റെഡിയായിരിക്കുന്നു. പലരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. സാധനങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് പോയാൽ മാത്രം മതി. എടാ കൃഷ്ണോ, നിനക്ക് ഇന്നലത്തെ ഇഷ്ടപ്പെട്ടാടാ? അത്യുഗ്രനായിരുന്ന? ഇത്തിരി തണുപ്പ് കൂടുതലായിരുന്നു അല്ലേ? പക്ഷെ ആ തണുപ്പാണ് അതിന്റെ രസം. പിന്നെ ആണോ? പിന്നെ രാവിലെ ഉള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? കുളിച്ച് പല്ല് തേച്ച് ഭക്ഷണം കഴിച്ച് എല്ലാം റെഡിയായി. ഇനി ഗവിയിലേക്ക് പോയാൽ മാത്രം മതി. അതാണ് നമ്മുടെ ഏറ്റവും ജൂനിയർ അംഗമായിട്ടുള്ള നമ്മുടെ കൃഷ്ണ പറയുന്നത്. എല്ലാം റെഡിയായിരിക്കുകയാണ്. ഇനി ഗവിയിലോട്ട് പോയാൽ മതി. ഗവിയിൽ അങ്ങ് എത്തിയാൽ മതി. ഓക്കെ, ബായ്. പിന്നെ ഒരു അല്പം ക്ഷീണവും കൂടി ഉണ്ടെന്ന് കൂട്ടിക്കൊള്ളണം. പിന്നെ അതുപോലെ ഇന്നലെ കുളിക്കാൻ പോയി, വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പോയി. നല്ല അടിപൊളി വെള്ളച്ചാട്ടം. ആ വെള്ളം കണ്ടാൽ അത് കുടിച്ചാലോ എന്ന് പോലും നമ്മളിൽ ചിലർക്ക് ഒരു സംശയം തോന്നാതെ. പക്ഷെ ആരും കുടിച്ചില്ല. അത് കുടിക്കാതിരിക്കാൻ കാര്യം നമ്മളൊരു കൊച്ചു കൂട്ടുകാരൻ ഇല്ല, ക്രിസ്റ്റോ പറഞ്ഞു. അല്ല, അത് തമാശയാണ്. ഞാൻ മൂത്രം ഒഴിച്ചിട്ടുണ്ട്, ആരും കുടിക്കരുത് എന്ന് പുള്ളിക്കാരൻ ഒരു മുന്നറിയിപ്പ്. പുള്ളി നമ്മുടെ ആരോഗ്യത്തിൽ നല്ല നമ്മുടെ ആരോഗ്യത്തിൽ കരുതലുള്ള ഒരു കൊച്ചു കൂട്ടുകാരനാണ് ക്രിസ്റ്റോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഭക്ഷണം അടിപൊളിയായിരുന്നു. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ
ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാവരും നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു. എല്ലാവരും നല്ല പെരുമാറ്റമായിരുന്നു. കൊണ്ട് കാണിക്കുന്നതിന് ഗൈഡായിട്ട് വർക്ക് ചെയ്തു. ഇനി ഒന്നുണ്ട് കാര്യം നമ്മുടെ കോർഡിനേറ്റർ ഞങ്ങള് ബ്രീസി പോയിന്റിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ റിസോർട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത ശേഷം ഗവി ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടിപ്പെരിയാർ വഴി എളുപ്പമാണെങ്കിലും അതുവഴി പ്രവേശനം ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നത് കൊണ്ട് ആങ്ങമൂഴി അത് എടുക്കാം. ഞാൻ ആദ്യം ഇതിനകത്തിരിക്കുന്നവരെ നമ്മൾ എടുത്തില്ലെങ്കിൽ അത് മോശം. അപ്പോൾ അതുകൊണ്ട് ആങ്ങമൂഴി വഴി പോകുന്നത് കൊണ്ട് കുറച്ച് സമയം എടുക്കും അവിടെ എത്തുമ്പോൾ. അപ്പോൾ നമുക്ക് പ്രവേശനം ലഭ്യമാകും എന്ന പ്രതീക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നലെ റിസോർട്ടിലെ വാസമെല്ലാം വളരെ മനോഹരമായിരുന്നതുകൊണ്ട്, സുഖപ്രദമായതുകൊണ്ട് നമ്മുടെ അംഗങ്ങളെല്ലാം വളരെ സന്തുഷ്ടരായിട്ടിരിക്കുകയാണ്. നമ്മുടെ ഡ്രൈവർ ജിൻഡോ അവറുകൾ വളരെ നല്ല രീതിയിൽ സാരഥ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു, വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല വളവും തിരിവുമൊക്കെ ഉള്ള അടിപൊളി റോഡാണ്. വെളിയിലുള്ള കാഴ്ചകളൊക്കെ ഗംഭീരമാണ്. കാഴ്ച നമ്മളെ കൊച്ചു കൂട്ടുകാരൻ ജിൻഡോ ക്രിസ്റ്റോ സോറി, ജിൻഡോ എന്ന് പറയുന്നത് ഡ്രൈവർ ചേട്ടനാണ്. ജിനോയാണ്. ജിൻഡോ വേറെയുണ്ട്. അപ്പോൾ പേരിൽ എന്തിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അതാ രവിചേട്ടൻ, തങ്കച്ചേട്ടൻ, പിന്നെ നമ്മുടെ കോർഡിനേറ്റർ കം ഷെഫ് കം ഓർഗനൈസർ കം, പിന്നെ ഇനി എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് അറിഞ്ഞുകൂടാ. സിജോജി ഉണ്ട്. സിനിമയിൽ എന്ന പോലെ അതിഗംഭീരം. അവസാനം രാവിലെ ഭക്ഷണം കഴിക്കാൻ ഓംപ്ലേറ്റ്, ഇനി ഓംപ്ലേറ്റ് കഴിച്ചാൽ പിന്നെ പുൾസൈ വേണോ എന്ന് സംശയം. അത് വേണം, കാരണം അതിന് പ്രത്യേക വിറ്റാമിനാണ്. അതെ, അതുകൊണ്ട് അതുപോലും നമ്മളെ കൊണ്ട് കഴിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഗംഭീരം ആയിരുന്നു. ഷേബി, കണ്ണൻ, ബിജു, കണ്ണൻ, ജോഷി, സാബുച്ചേട്ടൻ, പിന്നെ സനീഷ്, ജിഷ്ണു, ബെസ്റ്റിൻ, ബേബി ചേട്ടൻ, പൗലോസ് ചേട്ടൻ, ബെന്നി ചേട്ടൻ, അത് നമുക്കറിയാം. ബെന്നി ചേട്ടൻ്റെ ചിരി വളരെ പ്രസിദ്ധമാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വിഷ്വലുകൾ കാണാനുണ്ട്. കുറച്ച് വിഷ്വലുകൾ എഗൻസ്റ്റ് ലൈറ്റാണ്, എത്രത്തോളം കിട്ടുമെന്നറിയാൻ വയ്യ. ഓക്കെ, അങ്ങോട്ട് പോകുമ്പോൾ നല്ല കാഴ്ചകൾ വരുമ്പോൾ അത് കാണാൻ ശ്രമിക്കാം. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഗവിയിലെ ആദ്യ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ആങ്ങമൂഴിയിൽ നിന്ന് പാസ് കരസ്ഥമാക്കി. ഇത് ആദ്യത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഇനി ഒരു ചെക്ക് പോസ്റ്റ് കൂടിയുണ്ട്. പിന്നെ പോലീസ് ചെക്കിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ വളരെ സ്ട്രിക്റ്റാണ്. പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയാൻ പാടില്ല. തിക്ക് ഫോറസ്റ്റാണ്. അപ്പോൾ അതെല്ലാവരും സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം. നമ്മുടെ മലയാളി സുഹൃത്തുക്കളോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, അവർക്കറിയാം. എന്നാലും മലയാളികളായതുകൊണ്ട് ചെറിയൊരു ഭയം ഇല്ല, അതില്ല. പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ വലിച്ചെറിയുന്ന ഒരു രീതി പൊതുവേ ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ അത് സ്ട്രിക്റ്റായിട്ട് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വളരെ തിക്ക് ഫോറസ്റ്റ് കാണണമെങ്കിൽ ഗവിയിലേക്ക് തന്നെ വരണം. ഇനി ഗവിയിൽ ചെന്നിട്ട്
ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എന്താണെന്ന് കൃത്യമായി അറിയിക്കുന്നതാണ്. ഇപ്പോൾ ഉള്ള കാഴ്ച ഇതാണ്. നല്ല തിക്ക് ഫോറസ്റ്റ്. അപ്പോൾ എല്ലാവരും തിക്ക് ഫോറസ്റ്റ് കണ്ടതിൻ്റെ ആവേശത്തിൽ വളരെ ഊർജ്ജസ്വലരായി ഇരിക്കുകയാണ്. ഇനി മൃഗങ്ങൾ വരുമ്പോൾ വരട്ടെ, നമുക്ക് കാണാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. പക്ഷേ സമയം ഒരല്പം കഴിഞ്ഞു പോയതുകൊണ്ട് എത്രത്തോളം മൃഗങ്ങളെ കാണാൻ സാധിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എന്തായാലും മനോഹരമായ പ്രകൃതി കാണാം എന്നുള്ളത് തീർച്ചയായും ഒരു ഗ്യാരണ്ടി തന്നെയാണ്. ഓക്കെ, ബായ്. ബാക്കി വിശേഷങ്ങൾ പിന്നാലെ.